നല്ലൊരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് നന്ദുവിന്റെ പാറുവിന്റെ വക ഡയലോഗാണ്. അമ്മ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഉണ്ടാക്കി തരുമോ? എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം, കേക്ക് വേണമെന്ന്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്നാ പിന്നെ നമുക്കിത് കേക്ക് ഉണ്ടാക്കാം. അപ്പൊ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ ഡിസ്ക്ലൈമർ പറയുകയാണ്, ഞാൻ ഉണ്ടാക്കി തുടങ്ങുന്ന കേക്കാണ്, പക്ഷേ അവസാനിക്കുമ്പോൾ എന്തായി തീരും എന്ന് എനിക്കറിയില്ല. അപ്പൊ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു മിക്സിയുടെ ജാറിലേക്ക് ഓട്സ് എടുത്തിട്ടു. പക്ഷെ അത് ഓട്സ് അല്ലായിരുന്നു, ഐ ആം വെരി സോറി, അത് മ്യൂസ്ലി ആയിരുന്നു. പിന്നെ തപ്പി പിടിച്ച് ഏട്ടന്റെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഓട്സ് ഞാൻ ജാറിലേക്ക് ഇട്ടാൽ നല്ലോണം പൊടിച്ചെടുത്തു. അപ്പൊ ഓട്സും മ്യൂസ്ലിയും കൂടി നമുക്ക് നല്ല കുനുകുനാന്നും കറുമുറാന്നൊക്കെ ആയിട്ട് നല്ലോണം തന്നെ പൊടിച്ചെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം മധുരം വേണമല്ലോ, മധുരത്തിനായിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ആഹാ, എന്ത് നല്ല കോമ്പിനേഷൻ അല്ലേ! ഓട്സും മ്യൂസ്ലിയും ഹെൽത്തി, അതിന്റെ കൂടെ നല്ല അൺഹെൽത്തി ആയിട്ടുള്ള പഞ്ചസാര. എന്തായാലും അതവിടെ പോട്ടെ, നമുക്കത് നല്ലോണം പൊടിച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കാം. മ്യൂസ്ലി ആയതുകൊണ്ട് തന്നെ കുറച്ച് തരിതരികൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറ്റുന്ന പോലെയൊക്കെ അരിച്ചെടുത്തിട്ട് ബാക്കി തരിതരി ആയിട്ടുള്ളത് കളഞ്ഞു, കാരണം ഇല്ലെങ്കിൽ കേക്ക് സോഫ്റ്റ് ആവില്ലല്ലോ. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം തന്നെ ഉണ്ടായിരുന്ന വീട്ടിൽ പഴം മുഴുവൻ എടുത്തിട്ടുണ്ട്. അത് 2 പഴം എടുത്തു, പിന്നെ 2 പഴം എടുത്തു, മൊത്തം 4 പഴം ഞാൻ അതിലേക്ക് അരച്ച് ചേർത്തിട്ടുണ്ട്. വീട്ടിൽ കേടാവാറായിട്ടുള്ള പഴമൊക്കെ നല്ലോണം തന്നെ ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാം കേട്ടോ. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അത് നല്ലോണം അരച്ചെടുത്തിട്ട് ഞാൻ അതും കൂടി കേക്കിലേക്ക് ചേർത്തു. നല്ലോണം തന്നെ പഴം അരയണം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അതിനുശേഷം അവിടെ മുഴുവൻ പൊടിയായിരുന്നൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയും വേണമല്ലോ, ഇല്ലെങ്കിൽ അവസാനം ഞാൻ തന്നെ കിടന്ന് കഷ്ടപ്പെടൂലേ. അതിനുശേഷം ഇപ്പോൾ കേക്ക് ഒന്ന് പൊങ്ങി വരാനായിട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ടു, എന്നിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ടു. എന്റെ പൊന്നു ദൈവമേ, ഇതാണോ കേക്ക്? ഇങ്ങനെയാണോ കേക്ക് ഉണ്ടാക്കണം? ഇതൊക്കെ ആരാ കേക്കിൽ ചേർക്കണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വന്നേക്കരുത് പ്ലീസ്. ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് കേക്കല്ല, കേക്കിന്റെ രൂപസാദൃശ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഉണ്ടാക്കി തുടങ്ങിയതും മനസ്സിൽ ഉദ്ദേശിച്ച കേക്കായിരുന്നു. പക്ഷെ അവസാനം വേറെ എന്തൊക്കെയായി തീർന്നെങ്കിൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് ഭംഗിക്കുറവ് തോന്നി ആ പാറ്റേൺ. അപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ ഉണ്ടായിരുന്നു, അതും കൂടി ഞാനങ്ങ് ചേർത്തു. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ചോക്ലേറ്റ് കേക്കിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, ചോക്ലേറ്റ് കേക്കിന്റെ ബാറ്ററിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ അവിടെ വെച്ചതിന് ശേഷം 2 കേക്കിന്റെ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നല്ലോണം തന്നെ നെയ്യ് വരട്ടി കൊടുത്തു, കാരണം കേക്ക് ഒട്ടിപ്പിടിക്കരുതല്ലോ. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു അലൂമിനിയം ഫോയിലും കൂടി ആ താഴ്ത്തിട്ട് കൊടുത്തിട്ട് ഞാൻ ആ പാറ്റേൺ നല്ലോണം തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുട്ടിക്കൊടുത്തു, കാരണം അകത്ത് വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകണം. ബാറ്ററെല്ലാം റെഡിയായി കഴിയത്തേക്ക് എൻ്റെ കലാവിരുത് കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറച്ച് ചെറിയ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചന്ദ്രക്കല രൂപത്തിലുള്ള കുറച്ച് കശുവണ്ടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. കുറച്ച് റേസിൻസ് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇതും കൂടി വെച്ച് കൊടുത്തു. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്ലൈമർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഉണ്ടാക്കി തുടങ്ങിയ കേക്കായിരുന്നു, പക്ഷെ ഇത് അവസാനിച്ച് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതായി തീർന്നത് നമ്മുടെ KFC-യിൽ കിട്ടുന്ന ചോക്കോലാവ കേക്കില്ലേ, ആ സംഭവമായിരുന്നു. പുറമെല്ലാം നല്ല അടിപൊളിയായിട്ട് കട്ടിയായി, പക്ഷെ ഉള്ളിൽ നല്ല ചോക്കോലാവ കേക്ക് കഴിക്കുന്ന പോലെ തന്നെ നല്ല മെൽറ്റായിട്ട് കിട്ടിയേക്കായിരുന്നു. കേക്ക് പാളിപ്പോയെങ്കിൽ ചോക്കോലാവ കേക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.